അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഐഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള വാൾ ഡെക്കേഴ്സ് എങ്ങനെയാണ് നമുക്ക് വാളിൽ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റുക എന്നുള്ള ഐഡിയാസും കൂടെ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കീപ് വാച്ചിങ്. എനിക്ക് ഇത്രയും തൂവൽ ഒരുമിച്ച് കണ്ട സമയത്തെ പെട്ടെന്ന് ഓർമ്മ വന്നത്, പണ്ട് സ്കൂളിൽ നിന്ന് നമ്മൾ ഈ LP സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തൂവൽ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. കളക്ട് ചെയ്തിട്ട് ബുക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് സ്കൂളിലേക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പം അതൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അന്ന് നമുക്ക് ഇത്രയും ഒരുമിച്ച് ഒരേ കളേഴ്സ് ഉള്ളത് കിട്ടില്ല. ഒരുപാട് ഇപ്പം ഓരോ സ്ഥലത്തൊക്കെ പോയി സെർച്ച് ചെയ്ത് കളക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ ഒട്ടിച്ച് വെക്കും, അതിൻ്റെ പേര് എഴുതി വെക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കിടിലനായിട്ടുള്ളൊരു വാൾ ഡെക്കർ ഐഡിയ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ നിനക്ക് ഇഷ്ടമുള്ളൊരു സൈസ് എടുക്കാം. ഞാനിതിപ്പോൾ ഒരു 10 ഇഞ്ച് സൈസ് തന്നെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇതാ അതുപോലെ ഒരു ചെറിയൊരു മിറർ ഗ്ലാസും കൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനിത് അതുപോലെ അത്യാവശ്യം തിക്നെസ് ഉള്ളൊരു ജൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫുൾ ഇതിൽ റൗണ്ടിലായിട്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഫുള്ളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ജൂട്ടും മിറേഴ്സും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് സ്റ്റോറിന്നും അങ്ങനെയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള മിറർ നിങ്ങളിപ്പോൾ ഗിഫ്റ്റ് സ്റ്റോറിലൊന്നും പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മിറർ നമുക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ UAE ആയതുകൊണ്ട് അതൊക്കെ പോയി നോക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കുറച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ റേറ്റ് അത്യാവശ്യം കൂടുതലാണ് നാട്ടിലെ അപേക്ഷിച്ചിട്ട്. പക്ഷേ നാട്ടിൽ നമുക്ക് ചീപ്പ് റേറ്റ് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് സ്റ്റോറിനാണ്. പിന്നെ മിറേഴ്സ് ആമസോണിനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം കുറഞ്ഞ റേറ്റ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. മിററാണല്ലോ, അപ്പം അത് കുറഞ്ഞ റേറ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് തന്നെ കിട്ടും. അങ്ങനെ വാങ്ങിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഫുൾ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഫെതേഴ്സ് ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ഫെതേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഫുള്ള് ഈ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫെതേഴ്സ് ഞാൻ ബൾക്കായിട്ട് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതുപോലുള്ള വാൾ ഡെക്കർ, ഈ ഒരു വാൾ ഡെക്കറൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇന്ത്യയിലും UAE ആണ് ഞാൻ ഇപ്പം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർക്ക് എന്തായാലും അവിടെ വന്നിട്ട് ചോദിക്കുക. ഞാൻ ഈ ഒരു വാൾ ഡെക്കർ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ എല്ലാ പ്രൊഡക്റ്റും ഒന്നും സെയിൽ ചെയ്യുന്നില്ല, വാൾ ഡെക്കേഴ്സ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് മാത്രമാണ്. അപ്പം സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് നോക്കാം. അപ്പം അതുപോലെ ഈ ഒരു പിന്നെ വാൾ ഡെക്കറും ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ബാക്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കാർഡ്ബോർഡ് പീസും കൂടെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ വീഡിയോയിൽ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാൾ ഡെക്കേഴ്സൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് ഇതുപോലെ തന്നെ DIY ആയിട്ട് ഒരു ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് പലരും ചോദിക്കാറുണ്ട്, ഇതുപോലെ വാൾ ഡെക്കേഴ്സ് നമുക്ക് എങ്ങനെ വാളിൽ പിന്നെ ഹാങ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഈ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുപോലുള്ള റെഡ് ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള വാൾ ഡെക്കേഴ്സ് വാൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഹുക്കല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ ഈ ആണിയൊക്കെ അടിച്ച് ഇതാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ആണി അടിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ അത്ര നല്ലതും അല്ലല്ലോ വാളിൽ ഫുള്ള് ഈ ആണി അടിച്ച് ഇടുക എന്ന് പറയുന്നത് വാളിന് അത്ര നല്ലതല്ല എന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ നമ്മൾ ഹുക്ക് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള നമ്മളെ റെഡ് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വേറൊരു ടൈപ്പ് ടാപ്പ് നമുക്ക് അവൈലബിൾ, ഇതിപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ ചെയ്യാൻ
ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്പോഞ്ച് വരുന്ന ടൈപ്പ് ഡബിൾ സൈഡ് ടൈപ്പ്. ഇത് വെച്ച് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് സെക്യൂർ ആയിട്ട് എപ്പോഴും അവിടെ സ്റ്റിക്കായി നിൽക്കണം എന്നില്ല. ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോരുന്നുണ്ട് കേട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ ഒരു റെഡ് ടാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് വാളിൽ നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് ആ ഒരു റെഡ് ടൈപ്പ് ടാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കുക, ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡബിൾ സൈഡ് ടാപ്പാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിടിലനായിട്ടുള്ള ഒരു വാൾ ഡെക്കർ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറക്കണ്ട, വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.